അല്ലയാ അത് സംഭവം എന്താണെന്നറിയൂ? അതായത് എനിക്കിപ്പം വരാൻ പറ്റില്ല, എനിക്ക് 2-3 പരിപാടിയുണ്ട്. അതെ, അതൊന്നും പടവലം വരെ പോണം. ഓ, കോട്ടയിൽ പോണം. പോയിട്ട് തന്നെ വരും. നമുക്കിപ്പോൾ നാളെ പരിപാടി പ്ലാൻ ചെയ്യാം. ഓ ശരി ശരി, അപ്പോൾ നാളെ ബാക്കി ഞാൻ വൈകിട്ട് വിളിക്കാം. നിശാഗന്ധി നീ എത്ര ധന്യ, നിശാഗന്ധി നീ എത്ര ധന്യ. നിഴൽ പാമ്പുകൾ കണ്ണു കാണാതെ നീന്തും നിലാവിൽ, നിലാരംഭ ശോകങ്ങൾ തൻ കണ്ണുനീർപ്പൂക്കൾ കൺചിമ്മി നിൽക്കുന്ന രാവിൽ. നിശാഗന്ധി നീ എത്ര ധന്യ, നിശാഗന്ധി നീ എത്ര ധന്യ. ഇവർക്കന്ധകാരം നിറഞ്ഞൊരു ലോകം തുറക്കപ്പെടുമ്പോൾ, ജനിച്ചെന്ന തെറ്റിന് ജീവിക്ക തന്നെ വിധിക്കപ്പെടുമ്പോൾ, തമസ്സിൽ തുരുമ്പിച്ച കൂടാരമൊന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ. നിശാഗന്ധി നീ എത്ര ധന്യ. വാൽമീകുറുപ്പ് സാറെന്ന് പറഞ്ഞ ഭയങ്കര സംഭവം തന്നെ അല്ലേ ജെ? അദ്ദേഹത്തിന്റെ കവിതകളിൽ പൂവിന്റെ ഗന്ധം കാണും, പക്ഷികളുടെ ചിറകടി ശബ്ദം കാണും, രാവും നിലാവും ഒറ്റപ്പെട്ട വഴികളും കാണും, വിഷാദത്തിന്റെ ഒരു തുള്ളി കണ്ണീര് കാണും. നീ പറഞ്ഞേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവൻ ഈ പറഞ്ഞ പോലുള്ള കാര്യമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എങ്ങനെ? അല്ല, ഞാനും ഈ കവിതയൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. വായിക്കാൻ അറിയണം കവിത. അതെ, നമ്മുടെ കുടുംബത്തിലെ ഒരു ടീച്ചറമ്മ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ ടീച്ചറമ്മ വലിയ വലിയ സദസ്സിലൊക്കെ കവിത ചൊല്ലിയിട്ടുണ്ട്. ബാലാമണി അമ്മയുടെയും സുഗതകുമാരി ടീച്ചറിന്റെയും ഒക്കെ കവിതയാണ് ചൊല്ലിയിട്ടുള്ളത്. நிச்சு நீ ரொம்ப அருமையா பாடுவேல. இவ்வளோ நாளா சொன்னோட பாட்டெல்லாம் கேட்டுட்டு പാടിക്കൊണ്ടിരുന്നതാ, ഇപ്പൊ ഞാൻ കിടന്ന് പാടുപെടുവാ. ചേച്ചി, ഞാനൊരു കവിത ഇങ്ങനെ എഴുതി റെഡിയാക്കിക്കൊണ്ട് വരികയാണ്. വൃത്തമൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ ചേച്ചിയെ തരാം. ചേച്ചി ഒന്ന് പാടി ട്യൂണൊക്കെ സെറ്റാക്കും. ആദ്യം നീ വൃത്തിക്ക് എഴുതിക്കൊണ്ട് വാ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. ഓ, മലയാളമാണ് മെയിൻ സബ്ജക്റ്റ്, അത് ഓർമ്മ വേണം. കേശുവേ, പഠിത്തത്തിൽ ഉഴപ്പാൻ നിക്കല്ലേ. ആ, പറഞ്ഞില്ലെന്ന് വേണ്ട. ആ, രേണുകേ നീ രാഗരേണു, കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു, പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. அம்மா அம்மா என்னம்மா யோசிக்கிறீங்க? അല്ല, ഇനി തോരനും കൂടെ വെക്കണം. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോയി വെക്കാം. வேண்டாம்மா, நானே செய்யறேன். அம்மா, நம்ம பிள்ளைங்க எல்லாரும் இந்த கவிதை பாட்டெல்லாம் சொன்னப்போ நான் சின்ன குழந்தையா இருக்கும்போது இருக்கிற ஞாபகம் எல்லாம் வந்ததம்மா. நாங்க நிறைய ஃப்ரெண்ட்ஸ் எல்லாம் இருப்போம். ஞாயிற்றுக்கிழமை அன்னைக்கு எங்க வீட்டுல ஒரு வராந்தை இருக்கு, அங்க எல்லாருமா சேர்ந்து பாரதியார் കവിതയെല്ലാം சொல்லுவோம். ഭാരതിയാരുടെ കവിത എന്ന് പറഞ്ഞ? സുബ്രഹ്മണ്യ ഭാരതിയാർ. ആ, അത് പറ. അദ്ദേഹം വലിയ കവിയല്ലയോ? അദ്ദേഹത്തെ കുറിച്ച് ആർക്കാ അറിയാൻ വയ്യാത്തെ? ആധുനിക തമിഴ് കവിതയുടെ പിതാവ്, കവി, സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹിക പരിഷ്കർത്താവ്, അദ്ദേഹം ഇതെല്ലാമാണ്. നിനക്ക് അദ്ദേഹത്തിന്റെ കവിത വല്ലതും അറിയാവോ? ஓ, நிறைய கவிதை தெரியும். அதுல எனக்கு ரொம்ப பிடிச்சது
ചിന്നഞ്ചിறு കിളിയെ കണ്ണമ്മ. ആ എന്നാ പിന്നെ ഒന്ന് പാട് കേക്കട്ടെ. சின்னஞ்சிறு கிளியே கண்ணம்மா செல்வகளஞ்சியமே, சின்னஞ்சிறு கிளியே கண்ணம்மா செல்வகளஞ்சியமே, என்னை களி தீர்த்தே உலகில் ஏற்றம் புரிய வந்தாய், சின்னஞ்சிறு கிளியே கண்ணம்மா செல்வகளஞ்சியமே. വാ 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 വാ, പ്രമാദം പ്രമാദം. தேங்க்யூ. அம்மா, உங்களுக்கு ஏதாவது கவிதை தெரியுமா? പിന്നെ കവിത അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? அப்படின்னா ஒண்ணு பாடுங்களேன். പാടമ്മൂമ്മ അങ്ങോട്ട്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗന്ധവം. പക്ഷേ ഇത് കവിതയല്ലല്ലോ, ജ്ഞാനപ്പാനയല്ലേ? ആ ജ്ഞാനപ്പാന കവിത തന്നെയാണ്. ഏ? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി കണ്ടതടിക്കൂ വിനാശവും ഇന്ന നേരമേതും അറിഞ്ഞില്ല, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഇതൊക്കെയാണ് കവിത. പണ്ടത്തെ കവിതയ്ക്കൊക്കെ ഒരു ഭക്തിരസം ഉണ്ടായിരുന്നു. അത് അമ്മമ്മ പറഞ്ഞത് വളരെ ശരിയാ. പഴയ സിനിമാ പാട്ടാവട്ടെ കവിതയൊക്കെ ആവട്ടെ കേൾക്കാനൊക്കെ നല്ല നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒട്ടും കൊള്ളുന്നില്ല. ആ ഒട്ടും കൊള്ളില്ലെന്നാ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും നല്ല നല്ല പാട്ടുകളും നല്ല നല്ല എഴുത്തുകാരൊക്കെ ഉണ്ട്. വെറുതെ ഇടയിൽ കയറി കണവണാന്നൊന്നും പറയാൻ നിൽക്കണ്ട. വെറുതെ ഇടയ്ക്കൊരു കണവണ പറയരുതെന്നാ. ഓ ലക്ഷം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കറക്റ്റ്, ഭയങ്കര അറിവുള്ള ആള്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു അറിവില്ലാത്തവൻ, അതെന്താ പാടാ? ആ അതങ്ങ് സമ്മതിച്ചല്ലോ, ഒരറിവില്ലെന്ന്. നല്ല കാര്യം, സന്തോഷം. നിങ്ങൾ വലിയ കലാകുടുംബം. വെറുതെ ഈ കലാപഭൂമി ആക്കല്ലേ പ്ലീസ്. എടാ അരിസികന്മാർ അരങ്ങത്തിറങ്ങിയാലേ കലാഭൂമി കലാപഭൂമി ആവും. അരസികനാ? ഇവിടെ ആരാ അരസികൻ? ലജുസേ, കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാനും ആർട്സ് ക്ലബിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവനാ. അത്യാവശ്യം എഴുത്തും വായനയൊക്കെ എനിക്കുള്ളതാ. എഴുത്താ? എന്തെഴുത്ത്? കഥയാ? ഓ കവിതയായിരിക്കും. അളിയാ, ഞാനേ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കവിതാ രചനയിൽ 3rd പ്രൈസ് മേടിച്ച ആളാ. 3rd പ്രൈസ്. അത് ശരി. അപ്പൊ ആകപ്പാടെ 3 പേരെ മത്സരിക്കാനുണ്ടായോളൂ. എന്റെ പൊന്നു സിദ്ധു, നീ പാടിച്ച് മിണ്ടാതിരി. അതാണ് നിനക്ക് പറ്റിയത്. അളയാ, ഇന്ന് അളയന്റെ ദിവസമല്ലേ, വിട്ടേക്ക്. അളിയാ, അങ്ങനങ്ങ് കൊച്ചാക്കല്ലേ. വേണമെങ്കിൽ കവിത 2 പേരും ഞാനും പാടാം. ഓ വേണമെങ്കിൽ എന്നാ വേണം. വേണോ? പാടട്ടെ? പാട്. പാടല്ലേ? കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞ് കിടന്ന് കരയില്ലേ. അതുപോലും വൃത്തിക്ക് പാടാൻ അറിയാൻ പാടില്ല. എന്താ കുഴപ്പം? എന്ത് നിർമ്മലമായ വാക്കുകളാണ് ഈ കവിതയിലുള്ളത്. ഇതൊരു കവിതയാ, അറിയില്ല? നിർമ്മലയല്ല, സരസ്വതി. അത് പോയടർക്ക് അവിടെ നിന്ന്. സിദ്ധു, ഇത്രയും വേണ്ടായിരുന്നു. വെറുതെ മനുഷ്യനെ നാണം കെടുപ്പി. ആഹാ, നെഞ്ചത്ത് എഴുതി വെച്ചേക്കണത് മ്യൂസിക് സോൾ. എന്നിട്ട് കാക്കയെ കൂടെ ഇവിടെ നശിപ്പിച്ച് കൊന്നു കൊല വിളിച്ചതിനെ. ഓ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അത്യാവശ്യം കവിതാ വാസനയൊക്കെ എനിക്കുള്ളതാ. ഞാനും കവിത എഴുതും, കാണാം. കാക്ക മാറ്റി കുയിലായിരിക്കും. കുയിലേ കുയിലേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുയിലുണ്ടോ. അല്ലയാ, വേണോ? ഇപ്പം ചെറിയൊരു അപകടത്തിലങ്ങ് തീരും. മറ്റേതാണെങ്കിൽ വലിയ ദുരന്തത്തിലേ അവസാനിക്കുള്ളൂ. ഞാൻ കാണിച്ചു തരാം. പാവോളാ.